കൊച്ചിയിലെ തോപ്പുംപടി ഫിഷറീസ് ഹാർബറും ടൂറിസം മേഖലയും കൂടെ തകർന്നാൽ പടിഞ്ഞാറൻ കൊച്ചി ശ്മശാന ഭൂമിയായി മാറുമെന്ന് കൊച്ചിൻ പോർട്ട് ലേബർ യൂണിയൻ CITU ഭാരവാഹികൾ പറഞ്ഞു. കൂലിയുടെ പേരിൽ തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ രൂപപ്പെട്ടിരിക്കുന്ന തർക്കത്തെ തുടർന്നുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. കൊച്ചി ഫിഷറീസ് ഹാർബറിനെ തകർക്കുവാനുള്ള സംഘടിത ശ്രമത്തിന്റെ ഫലമാണ് ഹാർബറിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള 2006 മുതൽ ഹാർബറിലെ PL മീനിറക്ക് തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന വേതനം നൽകാതെയുള്ള പേഴ്സിൻ നെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ ഏകപക്ഷീയമായ തീരുമാനമെന്ന് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയിലെ എവിടെയും തൊഴിലാളികൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം വെട്ടിക്കുറച്ചാലുണ്ടാകുന്നൊരു അനുഭവം നിങ്ങൾക്കറിയാം. എല്ലായിടത്തും ആനുകൂല്യം വർദ്ധിപ്പിക്കാനാണ് സ്വാഭാവികമായും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് 18 വർഷമായിട്ട് ഈ ആനുകൂല്യങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. നിലവിലുള്ളത് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള വേതനം വെട്ടിക്കുറക്കണം. അവർക്ക് ഡീസലിൻ്റെ വില വർധനമുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്യാം. ചർച്ച എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ തൊഴിലാളികളായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തു. പിന്നീട് പറയുന്നത് തൊഴിലാളികൾ പറ്റില്ല, നിങ്ങൾ ലീഡർഷിപ്പ് മാത്രമേ വരാൻ പാടുള്ളൂ. അത് നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളായി ചെയ്യുക. പക്ഷെ തീരുമാനമാകുന്നില്ല. നമുക്ക് കുറച്ച് സമയം ചോദിച്ചു. ഈ സീസൺ സെപ്റ്റംബർ കഴിയുന്നവരെ ഇത് നടപ്പിലാക്കാതെ മാറ്റി നിലവിലുള്ള തുടരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സീസൺ കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ പണി തീർന്നു. മാക്സിമം അതുപോലെ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെ അങ്ങോട്ട് ഉണ്ടാവും. ഹാർബറിൻ്റെ സുഖമായ നടത്തിപ്പിന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നവരെ വിട്ടുവീഴ്ച ചെയ്യും. MLA ഉൾപ്പെടെ പറഞ്ഞു. നമ്മൾ യൂണിയൻ തന്നെയാണ് MLAയുടെ ബന്ധപ്പെടുന്നത് ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. MLA ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ MLA പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് കുറച്ച് സമയം ഈ സീസൺ കഴിയുന്നവരെ സമയം നൽകുക, അതിനുശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനിക്കുന്നത്. തൊഴിലാളികൾക്ക് തൊഴിലെടുക്കുന്ന പണിയുടെ പൈസ കൊടുക്കുന്നത്. അങ്ങനെ ഒരു സമരരീതി മുതലാളിമാർ നടത്തുന്നത് കേരളത്തിൽ ആദ്യമായിരിക്കും. അവർ തൊഴിലെടുക്കുന്ന പണി എടുക്കുന്ന തൊഴിലാളിക്ക് പണം നൽകുന്നില്ല. ഇത് തീർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഇതേ രീതിയിൽ ജീവിക്കുന്നവരെന്ത്? കൊച്ചിയിലെ ഹാർബറിലെ തൊഴിലാളികളിൽ ഭൂരിപക്ഷം ആളുകൾ പണയത്തിനും വാടകയ്ക്കും താമസിക്കുന്നവരാണ്. അവർ ഇന്ന് കിട്ടുന്ന പണി വെച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ വീണ്ടും ഉള്ളത്, സമ്മേളനത്തിൽ നമ്മൾ അഭ്യർത്ഥിക്കുന്നതാണ്, തിങ്കളാഴ്ച നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് പണം കൊടുക്കുന്നവരെ പോട്ട് മാത്രം പണിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. യൂണിയൻ പ്രസിഡന്റ് KA റിയാദ്, ജനറൽ സെക്രട്ടറി ബെനഡിക്ട് ഫെർണാണ്ടസ്, ട്രഷറർ VM യൂസഫ്, ഭാരവാഹികളായ KA നജീബ്, RI അക്ബർ, NH ഇസഹാഖ്, PM നിസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇവിടെ ആ കാലഘട്ടങ്ങളിൽ സ്കിൽഡ് തൊഴിലാളിയല്ല നമ്മുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നിങ്ങൾ ഈ പ്രദേശവാസികൾ അൺസ്കിൽഡാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മീൻ കോരിയിട്ടുണ്ട്, മീൻ ഐസ് ബോക്സിലാക്കിയിട്ടുണ്ട്, അതിനാവശ്യമായ വെള്ളം സംവിധാനം കൊടുത്തിട്ടുണ്ട്. ആ വർക്കുകൾ അങ്ങനെ കാലാകാലങ്ങളിലായിട്ട് ഇവിടുത്തെ തലമുറകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസ് മീറ്റിൽ അവർ പറഞ്ഞു വെക്കണതും 2 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് കോടതിയിൽ വക്കീൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് ശ്രദ്ധിക്കണേന്ന്. അക്ഷരാർത്ഥത്തിൽ തെറ്റ്. അതിനുശേഷം അവർ പറയുന്നത് വെള്ളം കോരി എന്നുള്ള ആ എഴുത്തിൽ തന്നെയുണ്ട്. പിന്നെ അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ആ കാര്യത്തിൽ ഞങ്ങളുടെ തൊഴിലാളികൾ മീനിറക്ക് തൊഴിലാളികളാണ്. ഇവർക്ക് കോടതിയിൽ പോയി മറ്റ് ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത്. 2006 തൊഴിലാളികൾ അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ തൊഴിലാളികളോട് പറഞ്ഞു, ശരി നിങ്ങൾക്ക് പേഴ്സൻറ്റേജ്. ആ പേഴ്സൻറ്റേജിൽ 2006 ഞാനും പ്രസിഡൻറ്റും കൂടി ചെക്ക് ചെയ്യുമ്പോൾ 2006 എഗ്രിമെൻ്റ് ഉണ്ട്. ഞാൻ ആ എഗ്രിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഞങ്ങൾ അടുത്ത വാർത്താ സമ്മേളനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇന്നുള്ള ബോട്ട് ഓണേഴ്സിൽ 7 പേരുണ്ട്. ആ ഒപ്പിട്ടേക്കണതേ ഇന്നുള്ളവരിൽ 7 പേരുണ്ട്. അതിൽ 2006 ഇവർ പറഞ്ഞു 3% എന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. അത് തൊഴിലാളികൾ മീൻ കൊടുത്തിരുന്നേച്ചു, പണിയെടുത്താൽ മീൻ കൊടുത്തിരുന്നത്. ഇതൊരു പ്രാചീന അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ നടക്കണം, അതായത് ഒരു ഘട്ടത്തിൽ നടക്കാൻ പാടില്ലാത്ത സംവിധാനം. ആ പൈസ അടിയന്തരമായി റിലീസ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. തൊഴിലാളികൾക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന 2% കൂലി കൃത്യമായി കൊടുക്കാത്ത ഒരു ബോട്ടിലും ജോലി ചെയ്യില്ല എന്നും ഹാർബറിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി എല്ലാവിധ ചർച്ചകൾക്കും യൂണിയൻ സന്നദ്ധമാണെന്നും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് യൂണിയൻ ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ.
തോപ്പുംപടി.